നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. തെന്നിന്ത്യൻ സിനിമകളിൽ നിറഞ്ഞു നിൽക്കുന്ന നടിയാണ് വരലക്ഷ്മി ശരത് കുമാർ. നടൻ ശരത് കുമാറിന്റെ മകളായ വരലക്ഷ്മി അച്ഛന്റെ പാത പിന്തുടർന്നാണ് സിനിമയിലെത്തിയത്. താരപുത്രി എന്ന നിലയിൽ വരലക്ഷ്മിയുടെ സിനിമയിലേക്കുള്ള വരവ് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. തമിഴകത്തിന്റെ താരപുത്രി എന്ന വിശേഷണത്തെക്കാൾ തന്റേതായ നിലയിൽ സിനിമയിൽ ഇടം നേടിയ നടിയാണ് വരലക്ഷ്മി. തമിഴിലും തെലുങ്കിലും കന്നഡത്തിലുമെല്ലാം ഒരുപോലെ തിളങ്ങി നിൽക്കുന്ന വരലക്ഷ്മി മലയാളത്തിലും ശ്രദ്ധേയ സിനിമകളുടെ ഭാഗമായിട്ടുണ്ട്. വ്യത്യസ്തമായ കഥാപാത്രത്തിനായാണ് താൻ കാത്തിരിക്കുന്നതെന്ന് താരം മുൻപ് പറഞ്ഞിരുന്നു. പതിവിൽ നിന്നും വ്യത്യസ്തമായ നെഗറ്റീവ് കഥാപാത്രങ്ങളെയും വരലക്ഷ്മി ഏറ്റെടുത്തിരുന്നു. നെഗറ്റീവ് സ്വഭാവമുള്ള കഥാപാത്രത്തിന്റെ വരവിന് ശക്തമായ പിന്തുണയായിരുന്നു ലഭിച്ചിരുന്നത്. സ്ഥിരം റൊമാൻറ്റിക് നായിക കഥാപാത്രങ്ങളിൽ നിന്നും മാറി കുറച്ച് ബോൾഡ് ലുക്കുള്ള വേഷങ്ങളാണ് വരലക്ഷ്മി ഇതുവരെ ചെയ്തിട്ടുള്ളത്. കസബയിലെ കമലയായും മാസ്റ്റർ പീസിലെ ഭവാനി ദുർഗയായും കാറ്റിലെ മുത്തുലക്ഷ്മിയായും മലയാളികളുടെ മനസ്സിലും ഇടം നേടാൻ വരലക്ഷ്മിക്ക് സാധിച്ചു. വരലക്ഷ്മി അവതരിപ്പിച്ചവയിൽ ഏറെയും വില്ലൻ ടച്ചുള്ള കഥാപാത്രങ്ങളായിരുന്നു. അവ അതിശയിപ്പിക്കുന്ന രീതിയിൽ സ്ക്രീനിൽ അവതരിപ്പിക്കാനും വരലക്ഷ്മിക്ക് സാധിച്ചു. 2012 സിംബു നായകനായ പോടാ പോടി എന്ന ചിത്രത്തിലൂടെയാണ് വരലക്ഷ്മി സിനിമയിലെത്തിയത്. നടി എന്നതിലുപരി നല്ലൊരു നർത്തകിയും സാമൂഹ്യ പ്രവർത്തനങ്ങളിലും സജീവമാണ് താരം. ഇപ്പോഴത്തെ നടിയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞുവെന്നുള്ള സന്തോഷ വാർത്തയാണ് പുറത്തു വരുന്നത്. വരലക്ഷ്മിയുടെ രണ്ടാനമ്മയും നടിയുമായ രാധിക ശരത് കുമാറാണ് വരലക്ഷ്മിയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞ വിവരം സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ പങ്കിട്ടത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട വരലക്ഷ്മി ശരത് കുമാർ അവളുടെ ആത്മസുഹൃത്ത് നിക്കോളായ് സച്ദേവിൽ തന്റെ സോൾമേറ്റിനെ കണ്ടെത്തി. കുടുംബത്തിനും സുഹൃത്തുക്കൾക്കുമൊപ്പം ഇന്നലെ മുംബൈയിൽ ഇരുവരുടെയും വിവാഹ നിശ്ചയം നടത്തി. അവർക്ക് ഞങ്ങൾ സന്തോഷം നേരുന്നു എന്നാണ് ചടങ്ങിൽ നിന്നുള്ള ചിത്രങ്ങൾ പങ്കിട്ട് രാധിക കുറിച്ചത്. വളരെ സിമ്പിളായിരുന്നു ചടങ്ങ്. ചിത്രങ്ങളിൽ നിന്നും വ്യക്തമാണ്. ഓഫ് വൈറ്റിൽ ഗോൾഡൻ ബോർഡറുള്ള സാരിയും റോസ് നിറത്തിലുള്ള ബ്രോക്കേഡ് ബ്ലൗസും അതിനിണങ്ങിയ ആഭരണങ്ങളും അണിഞ്ഞ് സിമ്പിൾ ലുക്കിലാണ് ചടങ്ങിന് വരലക്ഷ്മി എത്തിയത്. ടിപ്പിക്കൽ തമിഴ് പയ്യനായി മുണ്ടും ഷർട്ടും ധരിച്ചാണ് വരലക്ഷ്മിയുടെ വരൻ നിക്കോളായ് സച്ദേവ് എത്തിയത്. ചിത്രങ്ങൾ വൈറലായതോടെ ലിസി ലക്ഷ്മി അടക്കമുള്ള താരങ്ങൾ വരലക്ഷ്മിക്കും വരനും ആശംസകൾ നേർന്നെത്തി. വരലക്ഷ്മിയും നിക്കോളായ് സച്ദേവും കഴിഞ്ഞ 14 വർഷമായി സുഹൃത്തുക്കളാണ്. ഈ വർഷ അവസാനത്തോടെ വിവാഹം ഉണ്ടാകുമെന്നും വൈകാതെ ഇരുവരും വിവാഹ തീയതി പ്രഖ്യാപിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ശരത് കുമാറിന്റെയും ഛായയുടെയും മകളായി 1985 മാർച്ച് 5-നാണ് വരലക്ഷ്മി ജനിച്ചത്. ശരത് കുമാറിന്റെ 4 മക്കളിൽ ഏറ്റവും മൂത്ത മകളാണ് വരലക്ഷ്മി. വരലക്ഷ്മിയുടെ അമ്മ ഛായയിൽ നിന്നും വിവാഹമോചനം നേടിയ ശേഷമാണ് ശരത് കുമാർ നടി രാധികയെ വിവാഹം ചെയ്തത്. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ചെന്നൈയിലെ ഹിന്ദുസ്ഥാൻ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നിന്നും മൈക്രോബയോളജിയിൽ ബിരുദവും എഡിൻബർഗ് സർവകലാശാലയിൽ നിന്നും ബിസിനസ് മാനേജ്മെന്റിൽ ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇതിനുശേഷം നടിയാകുന്നതിനു മുൻപ് മുംബൈയിലെ അനുപം ഖേറിന്റെ ആക്ടിംഗ് സ്കൂളിലും പരിശീലനം നേടുകയുണ്ടായി വരലക്ഷ്മി. അടുത്തിടെ പുറത്തിറങ്ങിയ തെലുങ്ക് സൂപ്പർ ഹീറോ ചിത്രമായ ഹനുമാനാണ് നടിയുടെ ഏറ്റവും അവസാനം റിലീസ് ചെയ്ത സിനിമ. ധനുഷ് സംവിധാനം ചെയ്യുന്ന രണ്ടാമത്തെ ചിത്രമായ രായനിൽ കാളിദാസ് ജയറാം, SJ സൂര്യ, സെൽവരാഘവൻ, പ്രകാശ് രാജ്, അപർണ ബാലമുരളി എന്നിവർക്കൊപ്പം വരലക്ഷ്മിയും അഭിനയിക്കുന്നുണ്ട്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.